മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണത്തിനോടനുബന്ധിച്ച് കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച നവോത്ഥാന സന്ദേശയാത്രയുടെ ഭാഗമായി കായംകുളത്ത് ചൊവ്വാഴ്ച കുമാരനാശാൻ സ്മൃതി സംഗമം നടക്കും. വൈകിട്ട് 3 മുതൽ KPSC ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണത്തോടനുബന്ധിച്ച് കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച നവോത്ഥാന സന്ദേശയാത്രയുടെ ഭാഗമായി കായംകുളം KPSC ഓഡിറ്റോറിയത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് 3 മണി മുതൽ മഹാകവി കുമാരനാശാൻ സ്മൃതി സംഗമം നടക്കും. അമരത്വം ലഭിച്ച മഹാപ്രതിഭാശാലികളിൽ മലയാളത്തിൻ്റെ മഹാകവിയായ കുമാരനാശാൻ്റെ സ്ഥാനം വളരെ പ്രമുഖമായ ഒന്നാണെന്ന് നമുക്ക് അറിയാം. ആശാൻ പ്രസരിപ്പിച്ച ആ സൗരോർജം, പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൗരോർജം, അതിൻ്റെ അളവ് എത്ര ശക്തമാണ്, എത്ര ധന്യമാണെന്ന് അളക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ ആ പേനത്തുമ്പിലൂടെ ഒഴുകിയെത്തിയ വിശിഷ്ട സുന്ദരങ്ങളായിട്ടുള്ള കാവ്യങ്ങളും ലേഖനങ്ങളും വിമർശനങ്ങളും നിരൂപണങ്ങളും എല്ലാം തന്നെ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ പശ്ചാത്തലമൊരുക്കിയ സംഗതികളാണ്. കുമാരനാശാൻ്റെ ചരമശതാബ്ദി ആചരണത്തോട് അനുബന്ധിച്ച് നടത്തുന്ന സാംസ്കാരിക സന്ദേശയാത്ര, നവോത്ഥാന സന്ദേശയാത്രയെക്കുറിച്ച് പലരും അറിഞ്ഞിരിക്കും. അത് 10-ാം തീയതി അദ്ദേഹത്തിൻ്റെ ജന്മനാടായ നായിക്കരയിൽ നിന്ന് ആരംഭിച്ച ഒരു യാത്രയാണ്. അതിന് കായംകുളത്ത് വെച്ച് 15-ാം തീയതി സ്വീകരണമുണ്ട്. ഉജ്ജ്വലമായിട്ടുള്ള ഒരു സ്വീകരണം നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. അതിൻ്റെയൊക്കെ ഭാഗം എന്ന നിലയിൽ 14-ാം തീയതി KPSCയിൽ വെച്ച് കുമാരനാശാൻ്റെ കവിതകളുടെ ചർച്ച ആദ്യം ഉണ്ടാകും. അതിൽ ചേരാവള്ളി ശശി വീണപൂവിനെ കുറിച്ചും അതുപോലെ ഡോക്ടർ ശിശുപാലൻ നളിനിയെക്കുറിച്ചും, നളിനിയുടെ ആത്മസൗന്ദര്യത്തെക്കുറിച്ചും, ശ്രീമതി സൗഭാഗ്യകുമാരി ചിന്താവിഷ്ടയായ സീതയുടെ സാംസ്കാരിക പ്രസക്തിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതാണ്. അതിനുശേഷം കാവ്യസന്ധ്യയുണ്ട്. പിന്നീട് കുമാരനാശാൻ്റെ കൃതികളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു നൃത്തശില്പം ഉണ്ടാകും, നൃത്തനാടകം ഉണ്ടാകും. 15-ാം തീയതി രാവിലെ ഓച്ചിറയിൽ നിന്നാണ് ഒരു സ്വീകരണം പരിപാടി തുടങ്ങുന്നത്. അതിങ്ങനെ പ്രയാറ്റു വഴിയാണ് ആ യാത്ര, ആ സാംസ്കാരിക യാത്ര, ഘോഷയാത്ര നടക്കുന്നത്. ഇങ്ങനെ പുതിയടം ജംഗ്ഷനിൽ നിന്ന് ഒരു പദയാത്ര ആരംഭിക്കുന്നുണ്ട്. പാർക്ക് മൈതാനിയിൽ വെച്ച് 15-ാം തീയതി പാർക്ക് മൈതാനിയിൽ നല്ല ഒരു സ്വീകരണം ഈ സാംസ്കാരിക നവോത്ഥാന സന്ദേശ യാത്രികർക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ആശാൻ്റെ കവിതകളുടെ ചർച്ച നടത്തുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്തനായിട്ടുള്ള ചരിത്ര പണ്ഡിതൻ പ്രൊഫസർ കാർത്തികേയൻ നായർ. പ്രൊഫസർ കാർത്തികേയൻ നായരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകർ, സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ 8:30-ക്ക് തന്നെ കുമാരനാശാൻ്റെ ദണ്ഡാലുപക്ഷി ആസ്പദമാക്കി നന്ദകുമാരി നന്ദനയുടെ ഹരിചന്ദനയുടെ ഒരു ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നതാണ്. അതിനുശേഷമാണ് ഈ പദയാത്രികർക്കുള്ള സ്വീകരണവും അതുപോലെ തന്നെ ആശാൻ കവിതകളുടെ ചർച്ചയും മറ്റുമൊക്കെ ഉള്ളത്. 16-ാം തീയതി പല്ലനയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് ഇതിൻ്റെ സമാപനം കുറിക്കുന്നതാണ്. പ്രൊഫസർ MK സാനുവാണ് ഇതിൻ്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റു പ്രമുഖരായിട്ടുള്ള കേരളത്തിലെ ഒരുപാട് സാഹിത്യ നായകന്മാർ, സാംസ്കാരിക പ്രവർത്തകരും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ആശാൻ ചരമശതാബ്ദി ആചരണ സമിതി കായംകുളം ടൗൺ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് O. ഹാരിസ് അധ്യക്ഷത വഹിക്കും. സ്മൃതി സംഗമത്തിൽ വീണപ്പൂവിൻ്റെ രചനയ്ക്ക് പിന്നിൽ നളിനിയുടെ ആത്മസൗന്ദര്യം, ചിന്താവിഷ്ടയായ സീതയുടെ വർത്തമാനകാല പ്രസക്തി എന്നീ വിഷയങ്ങളിൽ ചരമശതാബ്ദി ആചരണ സമിതി ജില്ലാ ചെയർമാൻ ഡോക്ടർ ചേരാവള്ളി ശശി, ഡോക്ടർ K. ശിശുപാലൻ, സൗഭാഗ്യകുമാരി എന്നിവർ പഠന ക്ലാസ് നയിക്കും. KPSC സെക്രട്ടറി അഡ്വക്കേറ്റ് A. ഷാജഹാൻ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യും. P. നന്ദകുമാർ, MN വിജയൻ, N. ഉദയകുമാർ, ഗായത്രി എന്നിവർ കുമാരനാശാന്റെ സർഗസംഭാവനകൾ എന്ന വിഷയത്തിൽ പ്രസംഗിക്കും. തുടർന്ന് നടക്കുന്ന കാവ്യഗാന സന്ധ്യയിൽ കവി വിജയൻ ചെമ്പക അധ്യക്ഷത വഹിക്കും.
കവികളായ അനിൽ നീണ്ടകര, ഷാഹിറ നസീർ, ഡോക്ടർ സുഷമ അജയൻ, പുതുപ്പള്ളി സെയ്ദ്, ഫൻസരി ദാസ്, ഉഷ അനാമിക, സുരേഷ് കുമാർ ഓലകട്ടിയമ്പലം, രാജൻ മണപ്പള്ളി, ജിജി ഹസൻ, ലത അനിൽ, ഗോപാൽജി വള്ളികുന്നം, ജി മുരളി, അനിൽ ഓച്ചിറ, എസ് ഷിബിൻ രാജ്, പോക്കാട് അജയൻ, എസ് ശ്രീകുമാരി, ആർ ഷീജ തുടങ്ങിയവർ ആശാൻ കവിതകളും ഗാനങ്ങളും അവതരിപ്പിക്കും. ആശാന്റെ ചണ്ഡാലഭിഷികയെ അധികരിച്ചുള്ള കാവ്യശില്പവും അരങ്ങേറും. കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതിയുടെ ജില്ലാ ചെയർമാൻ ഡോക്ടർ ചേരാവള്ളി ശശി, ജനറൽ കൺവീനർ ജെ ബാബുരാജ് എന്നിവർ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. CD ന്യൂസ് കായംകുളം.